ജില്ലാ ലേബർ ഓഫീസർക്ക് പുതിയ പരാതി നൽകിയ അമ്മയിലെ മാനേജർ അതുല്യ. ജീവന് ഭീഷണിയുണ്ടെന്നാണ് പരാതിയിലുള്ളത്. തൊഴിൽ പീഡന പരാതി നൽകിയതിന് പിന്നാലെയും തനിക്കെതിരെ മാനസിക ആക്രമണമുണ്ടായി. ഉണ്ണേഷ് ശിവപാലും നീന കുറുപ്പും കുക്കു പരമേശ്വരനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നും അതുല്യ പറയുന്നു. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണേഷ് ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ നീന കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നീന കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിം ആയിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഓഡിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, അമ്മയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടെന്നാണ് പുതിയ പരാതിയിൽ അതുല്യ ചൂണ്ടിക്കാട്ടുന്നത്. ദിവ്യ, അമ്മ എന്ന താരസംഘടനയിൽ അടിമുടി പ്രശ്നങ്ങളാണ്. അതായത് അൻസിബയുടെ പരാതി വന്നതിന് തൊട്ട് പിന്നാലെ അതുല്യ ഒരു പരാതി നൽകിയിരുന്നു. ആദ്യം അതുല്യ നൽകിയ പരാതി മാനസിക പീഡനവും തൊഴിൽ പീഡനവും ആരോപിച്ച് ഉണ്ണേഷ് ശിവപാലിനെതിരെ അതുല്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു പരാതി ഉന്നയിക്കുന്നു. ആ പരാതിക്ക് തൊട്ട് പിന്നാലെ അതുല്യയുടെ പരാതി പ്രസിഡന്റിനെ കാണിക്കാതെ ഉണ്ണേഷ് ശിവപാലായ ട്രഷററും ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനും ചേർന്ന് അതുല്യയെ ടെർമിനേറ്റ് ചെയ്യുന്നു. ആ നടപടി തെറ്റാണെന്നും ആ ടെർമിനേഷൻ റദ്ദാക്കുമെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ശ്വേതാ മേനോൻ വിളിച്ചു ചേർത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ തിരികെ അതുല്യയെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു. തിരികെ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അതുല്യയെ പുറത്താക്കുന്നതിനായി കുക്കു പരമേശ്വരനും നീന കുറുപ്പും ഉണ്ണി ശിവപാലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയിൽ ഇത്തരത്തിൽ സെക്യൂരിറ്റി ആയിരുന്ന ജീവനക്കാരനെ ചേർത്ത് അപകീർത്തിപരമായ രീതിയിൽ തന്നെക്കുറിച്ച് സംസാരിച്ചു. തന്നെക്കുറിച്ച് ഇത്തരത്തിലൊരു അപകീർത്തി പരാമർശം നടത്താൻ സെക്യൂരിറ്റി ജീവനക്കാരനെ ഏൽപ്പിച്ചു എന്നുള്ള സെക്യൂരിറ്റി ജീവനക്കാരന്റെ തുറന്നു പറച്ചിലുകളെല്ലാം വലിയൊരു തെളിവായി ഇപ്പോൾ ലേബർ ഓഫീസറിന് മുന്നിലും കമ്മീഷണർക്ക് മുന്നിലും അതുല്യ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി ഈ അതുല്യയ്ക്ക് ഇത്തരത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉണ്ടായിരുന്ന മാനസിക പീഡനം, അതേപോലെ തന്നെ തൊഴിൽ പീഡനം, ആ പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ അതുല്യയെ മാനസികമായി ഉപദ്രവിക്കുന്ന ഒരു പക്ഷേ ജീവന് വരെ ഭീഷണിയുണ്ട് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ലേബർ ഓഫീസർക്ക് നൽകിയിട്ടുള്ളത്. ദിവ്യ, ശരി. പുതിയ പരാതി നൽകിയിരിക്കുകയാണ് താരസംഘടനയിലെ മുൻ ജീവനക്കാരി അതുല്യ.